ശ്രീ സായിനാഥന് നമസ്കാരം. അധ്യായം 10. ബാബയുടെ ജീവിത രീതി, ഉപദേശങ്ങൾ, വിനയം. സ്നേഹത്തോടുകൂടി എപ്പോഴും സായിബാബയെ ഓർക്കുക. ബാബ എപ്പോഴും എല്ലാവർക്കും നല്ലത് ചെയ്യുന്നതിൽ മുഴുകിയിരിക്കും. തന്നെത്താൻ രസിച്ചുകൊണ്ടിരിക്കുന്ന ബാബയെ ഓർക്കുന്നത് തന്നെ കഷ്ടങ്ങളും ദുഃഖങ്ങളും നിവർത്തിക്കാൻ വേണ്ടി മാത്രമാണല്ലോ. ഇത് ഒരു എളിയതും ശ്രേഷ്ഠമായതുമായ വഴിയാണ്. അതിന് ചിലവൊന്നുമില്ല. ബാക്കി എല്ലാ ദൈവങ്ങളും മായയിൽ മുഴുകിയവയാണ്. ഗുരു മാത്രമാണ് ദൈവം. നമ്മൾ നമ്മുടെ ഗുരുവിന്റെ പുണ്യപാദങ്ങളെ വിശ്വസിക്കുക. അദ്ദേഹം നമ്മളെ ഭാഗ്യമുള്ളവരാക്കും. നമ്മൾ ഗുരുവിനെ ആത്മാർത്ഥമായി സേവകൾ ചെയ്താൽ നമുക്ക് ഈ ലോക ക്ലേശങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടും. നമ്മൾ ഒരു തത്വജ്ഞാനവും പഠിക്കേണ്ട. ഉദാഹരണമായി ന്യായം, മീമാംസ മുതലായവ കടൽ കടക്കുമ്പോൾ നാവികനെ വിശ്വസിക്കും. അതേമാതിരി നമ്മൾ നമ്മുടെ ഗുരുവിനെ പൂർണ്ണമായി വിശ്വസിച്ച ലോകമാകുന്ന സമുദ്രത്തെ വിജയകരമായി തരണം ചെയ്യാൻ കഴിയും. സദ്ഗുരു തന്റെ ഭക്തന്മാരുടെ ആഴ്ന്ന ഭക്തി, വിശ്വാസം, മനോഭാവം ഇവ നോക്കി അവർക്ക് നല്ല ബുദ്ധിയെയും പരമസുഖത്തെയും നൽകുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ ബാബയുടെ ഭിക്ഷയാചിക്കൽ, ഭക്തന്മാരുടെ അനുഭവങ്ങൾ അങ്ങനെ പലതും വിവരിച്ചിരുന്നു. ഇനി വായനക്കാരുടെ അറിവിനായി ബാബ എങ്ങനെയാണ് താമസിച്ചിരുന്നത്, എങ്ങനെ ഉറങ്ങിയിരുന്നു, എങ്ങനെ പഠിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ വിവരിക്കുന്നു. ബാബയുടെ അതിശയമായ ശയനസ്ഥലം. ബാബ എങ്ങനെ ഉറങ്ങിയിരുന്നു എന്നത് നോക്കാം. ശ്രീ നാനാ സാഹിബ് ഡോളെ ഒരു മരപ്പലക സായിബാബയ്ക്കായി കൊണ്ടുവന്നു. ഒരു ചെറിയ വീതിയിൽ 4 മുഴം നീളം മാത്രമേ ആ പലകയ്ക്കുണ്ടായിരുന്നുള്ളൂ. പലക നിലത്തിട്ട് അതിന്മേൽ കിടന്നുറങ്ങുന്നതിന് പകരം അതിനെ ഒരു ഊഞ്ഞാല് പോലെ കെട്ടി കീറത്തുണികളും മറ്റുപയോഗിച്ച് മെത്തയുണ്ടാക്കി അതിന്മേൽ കിടക്കാൻ തുടങ്ങി. ആ കീറത്തുണികൾ ഉപയോഗശൂന്യമായിരുന്നു. എങ്ങനെ ആ പലകയുടെ ഭാരം താങ്ങിയിരുന്നു എന്നുള്ളത് ആശ്ചര്യം തന്നെ. അതിരിക്കട്ടെ, അത് ബാബയുടെ ലീലയായതുകൊണ്ട് പലകയെയും ബാബയെയും ആ കഴുക്കോലും കീറത്തുണികളും താങ്ങി നിർത്തിയിരുന്നു. ആ പലകയുടെ 4 അറ്റത്തും ബാബ മൺവിളക്കുകൾ രാത്രി മുഴുവൻ കത്തിച്ചിരുന്നു. ബാബ ആ പലകയുടെ മീതെ ഇരിക്കുന്നുവോ ഉറങ്ങുന്നുവോ എന്ന് കാണുന്നത് ഒരു കാഴ്ചയായിരുന്നു. ബാബ ആ പലകയിൽ കയറിയിരിക്കുന്നതും ഉറങ്ങുന്നതും കാണുന്നത് എല്ലാവർക്കും അതിശയമായിരുന്നു. പല ആളുകൾ അവരുടെ ജിജ്ഞാസ മൂലം ബാബയുടെ ഈ പ്രവൃത്തിയെ കണ്ടുപിടിക്കുവാൻ നോക്കി. എങ്കിലും അവരുടെ പ്രയത്നം വൃഥാവിലായി. അത്ഭുത ചടങ്ങ് കാണാനായി വന്ന ആളുകളുടെ തിരക്ക് ദിനംതോറും വർദ്ധിച്ചു വന്നു. ബാബ അത് കാരണം ആ പലകയെ ഉടച്ചു കഷ്ണങ്ങളാക്കി എറിഞ്ഞു. ബാബ അഷ്ടസിദ്ധികൾക്കും അധിപനായിരുന്നു. ബാബ അഭ്യാസങ്ങൾ പരിശീലിച്ചിരുന്നില്ല. ബാബയുടെ ചൈതന്യം ശക്തിയാൽ അവ സ്പഷ്ടമായും സാധാരണമായും പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിരുന്നു. ബ്രഹ്മത്തിന്റെ ആവിഷ്കരണം. സായിബാബ ഒരു സാധാരണ മനുഷ്യനായി തോന്നിയെങ്കിലും 3.5 കുബിറ്റ് (18 = 1 കുബിറ്റ് = 63 or 53) ഉള്ള ബാബ എല്ലാവരുടെയും മനസ്സിലും കുടികൊണ്ടിരുന്നു. അകത്തൊന്നിലും പ്രീതിയില്ലാതെയും വേറെ മാതിരിയും ഇരുന്നുവെങ്കിലും ബാബ പുറത്ത് മനുഷ്യരുടെ നന്മയെ നോക്കിയിരുന്നു. അതേപോലെ അകത്ത് ശാന്തതയുടെ ഒരു വിഗ്രഹമായിരുന്നു. പുറത്ത് അവിശ്രമനായ സ്ഥിതിയിലും ബാബയുടെ മനസ്സ് എപ്പോഴും ബ്രഹ്മത്തിലായിരുന്നു. പക്ഷെ പുറമെ ലൗകിക വിഷയങ്ങൾ താല്പര്യമുള്ളവനായും തോന്നിയിരുന്നു. ചില സമയങ്ങൾ ബാബ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറിയിരുന്നു. ചില സമയങ്ങൾ അവരുടെ നേരെ കല്ലുകൾ എറിഞ്ഞിരുന്നു. പല സമയത്ത് അവരെ ആലിംഗനം ചെയ്തും ദയാവായും പ്രസന്നമായും ക്ഷമാശീലനായും കാണപ്പെട്ടു. എപ്പോഴും തന്നിൽ മുഴുകിയ അവസ്ഥയിലായിരുന്നു. എല്ലാ ഭക്തന്മാരോട് യോജിച്ച നിലയിലുമായിരുന്നു. ബാബ ഒരേ ആസനത്തിലിരുന്നു ഒരിക്കലും യാത്ര ചെയ്തിരുന്നില്ല. ബാബയുടെ സട്ക്ക് ചെറിയ വടി എപ്പോഴും കയ്യിൽ കൊണ്ടു നടന്നിരുന്നു. സായി യാചിച്ച് ഭക്ഷണം ശേഖരിച്ചിരുന്നു. അങ്ങനത്തെ ഒരു ജീവിതമാണ് ബാബ നയിച്ചിരുന്നത്. എപ്പോഴും അല്ലാ മാലിക്, ദൈവമാണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ എന്ന് പറയും. സായിയുടെ ഭക്തന്മാരോടുള്ള സ്നേഹം പൂർണ്ണമായിരുന്നു. ആത്മജ്ഞാനത്തിന്റെ പരമാനന്ദം തുളമ്പി കവിഞ്ഞൊഴുകിയിരുന്നു. സായിബാബയിൽ ആത്മീയം പറയത്തക്കതാണ്. കല്ലു മുതൽ ബ്രഹ്മം വരെ ചുറ്റി നിൽക്കുന്നത് സായിബാബയിൽ നിന്ന്. ഭാഗ്യമുള്ളവർക്ക് അത് ലഭിച്ചു. ധനപ്പെട്ടി (ബ്രാക്കറ്റിൽ) മറ്റുള്ളവരുടെ അറിവില്ലായ്മയാൽ ബാബയെ ഒരു സാധാരണ മനുഷ്യനായി കരുതി. അവർക്ക് ഭാഗ്യവാന്മാരാകാൻ കഴിഞ്ഞില്ല. കല്ലു മുതൽ ബ്രഹ്മം വരെ ചുറ്റി നിൽക്കുന്നത് സായിബാബയിൽ നിന്ന്. ഭാഗ്യമുള്ളവർക്ക് അത് ലഭിച്ചു. മറ്റുള്ളവരുടെ അറിവില്ലായ്മയാൽ ബാബയെ ഒരു സാധാരണ മനുഷ്യനായി കരുതി. അവർക്ക്
ഭാഗ്യവാന്മാരാകാൻ കഴിഞ്ഞില്ല. ബാബയുടെ ഷിർദിവാസവും ജനനവും. സായിബാബയുടെ അച്ഛൻ അമ്മമാരെയോ ശരിയായ ജനന തീയതിയോ ആർക്കും അറിയില്ല. ഏകദേശം 16 വയസ്സുള്ളപ്പോൾ ബാബ ഷിർദിയിൽ വന്നു. 3 വർഷക്കാല താമസത്തിനു ശേഷം ബാബയെ കാണാതായി. ബാബ വീണ്ടും ഔറംഗാബാദിൽ കാണപ്പെട്ടു. ചന്തു പട്ടേലിന്റെ വിവാഹ കൂട്ടത്തിൽ ബാബ ഷിർദിക്ക് തിരികെ വന്നു. ആ സമയത്ത് സായിക്ക് 20 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അതിനുശേഷം 60 വർഷക്കാലം ബാബ ഷിർദിയിൽ തന്നെ വസിച്ചു. അതിനു ശേഷമാണ് ബാബയുടെ മഹാസമാധി. ഇത് 1918 ഇതിൽ നിന്നും ബാബയുടെ ജന്മവർഷം ഏകദേശം AD 1838 ആണെന്ന് തീരുമാനിക്കാം. സായിയുടെ ഉദ്ദേശങ്ങളും ഉപദേശങ്ങളും. സന്യാസി രാമദാസ് 1608 1681 17-ാം നൂറ്റാണ്ടിൽ ശോഭിച്ചിരുന്നു. അദ്ദേഹത്തിന് നിയുക്തം പൂർത്തിയായി. ബ്രാഹ്മണരെയും പശുക്കളെയും യവനന്മാരിൽ നിന്നും സംരക്ഷിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 2 നൂറ്റാണ്ടിനുള്ളിൽ സന്യാസി രാമദാസിന് ശേഷം പിന്നെയും ഹിന്ദു മുസ്ലിം അകലം വർദ്ധിച്ചു. അപ്പോഴാണ് സായിബാബ ഈ വിടവ് നീക്കാനായി വന്നത്. രാമം ഹിന്ദുക്കളുടെ ദൈവം, റഹീമും മുഹമ്മദിയുടെ ദൈവം ഒന്നു തന്നെയാണെന്ന് ബാബ ഇടപെടാതെ ഉപദേശിച്ചു. ഒരു ചെറിയ മാറ്റം കൂടിയില്ല. അതുകൊണ്ട് എന്തിനാണ് 2 മതസ്ഥരും കലഹിക്കുന്നത്? ഹേ അറിവില്ലാത്ത മനുഷ്യരെ, 2 ജാതിക്കാരും ഒന്നു ചേരുവിൻ, ആരോഗ്യകരമായ ഒരു പരിതസ്ഥിതി ഉളവാക്കുവിൻ. എന്നാൽ നിങ്ങൾ ആശിച്ച രാഷ്ട്ര ഐക്യം സാധ്യമാണ്. ഷണ്ടകു ചെയ്യുന്നതിലോ തർക്കിക്കുന്നതിലോ ഏതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് തർക്കിക്കേണ്ട, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യേണ്ട. എപ്പോഴും നിങ്ങളുടെ ക്ഷേമത്തെ മാത്രം ആലോചിച്ചാൽ ദൈവം നിങ്ങളെ രക്ഷിക്കും. യോഗം, വിട്ടുകൊടുക്കൽ, തപസ്, പ്രായശ്ചിത്തം, അറിവ് ഇവയാൽ ദൈവത്തോട് അടുക്കുവാൻ സാധിക്കും. ഇവയെ ഏതെങ്കിലും ഒരു വഴിയിൽ മുന്നേറാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വൃഥാവിലാണ്. ആരെങ്കിലും നിങ്ങൾക്ക് ഉപദ്രവം ചെയ്താൽ അവരെ എതിർക്കേണ്ട. നിനക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. ഇതായിരുന്നു സായിബാബ എല്ലാവർക്കും നൽകിയിരുന്ന ഉപദേശം. അത് നിങ്ങളെ മാനസികമായും പരമാർത്ഥമായും നിലനിർത്തുവാൻ സഹായിക്കുന്നു. സായിബാബ സദ്ഗുരു. എത്ര ആളുകൾ ഗുരുവെന്ന് പറഞ്ഞു നടക്കുന്നു. കയ്യിലൊരു വീണയുമേന്തി വീട് വീടാന്തരം ചെന്ന് അവരുടെ സാത്വികത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണമാണ്. അവർ ശിഷ്യന്മാരുടെ കാതുകൾ മന്ത്രങ്ങൾ പറഞ്ഞ് പണം സമ്പാദിക്കുന്നു. അവർ സ്വാസ്തികവും മതപരവുമായ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അവർ അത് പരിശീലിക്കുന്നില്ല. സായിബാബ ഒരിക്കലും ദൈവഭക്തിയെ പുറത്ത് കാണിച്ചിട്ടില്ല. ബാബ ഭക്തന്മാരെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നു. ആത്മബോധം ശാരീരികമായി ഉണ്ടായിരുന്നില്ല. 2 വിധ ഗുരുക്കന്മാരുണ്ട്. 1 നിയാദ്, നിരന്തരമായത്. 2 അനിയാദ്, സാധാരണമായത്. രണ്ടാമത്തേത് പറഞ്ഞവർ അവരുടെ ഉപദേശങ്ങൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു തന്ന് വിമോചന വഴികൾ കാണിച്ചു തരുന്നു. നിരന്തരമായ ഗുരുക്കൾ നിയാദ് മൂലം നമുക്ക് വേറെന്താണുള്ളത് ബോധം മാറ്റി നീയാണത് എന്ന മനോഭാവം ഉണ്ടാക്കുന്നു. ഇത് നമ്മളിൽ ഒരുമയുണർത്തുന്നു. പലതരത്തിലുള്ള ഗുരുക്കൾ പലതരം ലോക അനുഭവങ്ങൾ നമ്മൾ നിറയ്ക്കുന്നു. പക്ഷെ നമ്മളിൽ ഏതൊരുവൻ ആത്മബോധം ഉണർത്തി ഈ ലോകത്തെ വെടിഞ്ഞ് മുകളിലേക്ക് ഉയർത്തുന്നുവോ അവനാണ് സാക്ഷാൽ സദ്ഗുരു. അദ്ദേഹത്തിന്റെ മഹത്വം വിവരിക്കുവാൻ സാധ്യമല്ല. ആരെങ്കിലും അദ്ദേഹത്തെ കാണുവാനായി ചെന്നാൽ ചോദിക്കാതെ തന്നെ അദ്ദേഹം എല്ലാ വിവരങ്ങളും പറയും. കഴിഞ്ഞതും ഇപ്പോൾ നടക്കുന്നതും വരാൻ പോകുന്നതും അതിൽ അടങ്ങിയിരിക്കുന്നു. അദ്ദേഹം എല്ലാറ്റിലും ദൈവത്തെ കാണുന്നു. മിത്രങ്ങളും ശത്രുക്കളും അദ്ദേഹത്തിന് ഒരുപോലെയായിരുന്നു. ഒന്നിലെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെയും സത്കർമ്മങ്ങൾ ചെയ്യുന്നവരെയും ഒരേ മാതിരി കരുതിയിരുന്നു. മുന്നേറ്റത്തിലും പിന്നേക്കത്തിലും ഒരുപോലെയായിരുന്നു. സംശയം അദ്ദേഹത്തെ തീണ്ടിയിരുന്നതേയില്ല. ശരീരം കൊണ്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ശരീരത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. എല്ലാറ്റിലും ചേർന്നവനായി കാണപ്പെട്ടുവെങ്കിലും ഈ ലോകത്തിൽ നിന്ന് സ്വതന്ത്രനായിരുന്നു. ഷിർദിവാസികൾ അനുഗ്രഹീതരാണ്. എന്തെന്നാൽ അവർ സായിനാഥനെ അവരുടെ ദൈവമായി കരുതിയിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും എന്തെങ്കിലും കുടിക്കുമ്പോഴും മുറ്റത്ത് പണിയെടുക്കുമ്പോഴും അല്ലെങ്കിൽ വയലിൽ പ്രവൃത്തി എടുക്കുമ്പോഴും വീടുപണികൾ ചെയ്യുമ്പോഴും എല്ലാ സമയത്ത് അവർ സായിബാബയെ ഓർമ്മിക്കുകയും സായിയുടെ കീർത്തികളെ പാടിക്കൊണ്ടുമിരുന്നു. അവർക്ക് സായി ഒഴിച്ച് വേറൊരു ദൈവത്തെ അറിയില്ല. ഷിർദിയിലെ ജനങ്ങളുടെ സായി സ്നേഹത്തെ എന്തുമാത്രം പറയാം. അവർ ഒന്നും അറിയാതെ
അറിയാത്തവരായിരുന്നു. പക്ഷേ അവരുടെ മനഃപൂർവമായ സ്നേഹം അവരെ പദ്യങ്ങളും പാട്ടുകളും ഉണ്ടാക്കുവാൻ പ്രേരിപ്പിച്ചു. അത് വളരെ എളിയതും നാടൻ തരവുമായിരുന്നു. അങ്ങനെയുള്ള പദ്യങ്ങൾ ഉളവാക്കുന്നത് അവരുടെ സ്നേഹം കൊണ്ടും പ്രോത്സാഹനം കൊണ്ടും മാത്രമാണ്. അങ്ങനെയുള്ള പദ്യങ്ങളെ ബുദ്ധിശാലികൾക്ക് മാത്രമേ കാണുവാനും വിലമതിക്കുവാനും സാധിക്കുകയുള്ളൂ. ബാബയുടെ ആശീർവാദമുള്ള ചില ഭാഗ്യവാന്മാരായ ഭക്തന്മാർ അവയെ ഒന്നു ചേർത്ത് സായി ലീല പതിപ്പിലോ പുസ്തകമായോ പ്രസിദ്ധീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ബാബയുടെ വിനയം. ദൈവത്തിന് 6 സ്വഭാവങ്ങൾ ഉണ്ടെന്നാണ് അറിവ്. അതായത് കീർത്തി, ധനം, പ്രീതി, ഇല്ലായ്മ, അറിവ്, മഹാത്മ്യം, സ്വതന്ത്രത. ബാബയിൽ ഇവ എല്ലാം ഉണ്ടായിരുന്നു. ഭക്തന്മാർക്ക് വേണ്ടി മാത്രമാണ് ബാബ ശരീര രൂപത്തിൽ അവതരിച്ചിരിക്കുന്നത്. ആശ്ചര്യമായാണ് ബാബയുടെ അനുകമ്പയും ദയാലുത്വവും. അല്ലെങ്കിൽ എങ്ങനെയാണ് ബാബ ആളുകളെ ആകർഷിക്കുന്നതും തന്റെ അടുത്ത് വരുത്തിക്കുന്നതും? ഭക്തന്മാർക്ക് വേണ്ടി ബാബ സൗമ്യമായി സംസാരിച്ചിരുന്നു. അത്തരം വാക്കുകൾ ഉപയോഗിക്കുവാൻ സരസ്വതി ദേവിക്ക് കൂടി കഴിയുമോ എന്ന നിലയിലായിരുന്നു. ഇവിടെ ഒരു ഉദാഹരണം കൊടുക്കുന്നു. ബാബ വളരെ വിനയത്തോട് സംസാരിച്ചിരുന്നു. അടിമകളെ, ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടവനാണ്. ഞാൻ നിങ്ങളുടെ ദർശനത്തിൽ തൃപ്തിയുള്ളവനാണ്. എനിക്ക് നിങ്ങളുടെ പാദങ്ങളെ കാണുവാൻ സാധിച്ചത് വലിയ ഉപകാരമാണ്. അതിനാൽ ഞാൻ ആശീർവദിക്കപ്പെട്ടവനായി കരുതുന്നു. എന്തൊരു വിനയമാണിത്! പുറത്തുനിന്ന് നോക്കുമ്പോൾ ബാബ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്നതായി തോന്നുന്നു. പക്ഷേ അവയിൽ ബാബയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഭക്ഷിച്ചാൽ അതിന്റെ രുചി അറിഞ്ഞിരുന്നുമില്ല. എന്തെങ്കിലും കാണുമ്പോൾ ജിജ്ഞാസയോടുകൂടി കണ്ടിരുന്നില്ല. ഇന്ദ്രിയ സുഖങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാബ ഒരു ഹനുമാനായിരുന്നു. ഒന്നിലും സംയോജിച്ചിരുന്നില്ല. സായി ഒരു ഗുണശീലനായിരുന്നു. ആഗ്രഹങ്ങൾ, കോപം, അനുഭവങ്ങൾ എന്നിവയുടെ വിശ്രമ സ്ഥലമായിരുന്നു ബാബ. ചുരുക്കി പറഞ്ഞാൽ ബാബയ്ക്ക് ഒന്നിലും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഒരു സ്വതന്ത്രനും നിശ്ചിതനുമായിരുന്നു. ഒരു ഉദാഹരണം താഴെ ചേർക്കുന്നു.